ഇന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഷൈൻ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ആയിട്ടാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ആയിട്ടാണ് മുഗളായി ചിക്കൻ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് പത്തിരിയുടെ കൂടെയാണ് കേട്ടോ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത്. ഏതിൻ്റെ കൂടെയും കോമ്പിനേഷൻ, ഗീ റൈസ്, ചപ്പാത്തി എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. 3/4 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും എല്ലാം എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതും ചൂടായിട്ട് വരുമ്പോൾ ഈ ഒരു ചിക്കനെല്ലാം അതിലിട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരുപാടങ്ങ് മൊരിഞ്ഞ് കുക്കായി വരണ്ട കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3/4 വേവായി കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ കറിയിലിട്ടിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ അതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടുക, അത്രയും മതി. ഒരുപാടങ്ങ് മൊരിഞ്ഞ് വരികയും വേണ്ട. അപ്പോൾ അത് 3/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു 3/4 കിലോ ചിക്കനിലേക്കുള്ള അളവാട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അതൊരു ചോപ്പറിലിട്ടിട്ട് ഇതുപോലെ ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ അതും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്കൊരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു മസാലപ്പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്ന വരെ ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. തീ കൂടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ചെറിയൊരു തക്കാളി ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് തന്നെ തക്കാളിക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. തക്കാളിക്ക് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം കുറച്ചും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാഷ്യൂസ് അരച്ചെടുക്കണം. അപ്പോൾ ഒരു 15 കാഷ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ ഒരു 4 ടേബിൾ സ്പൂണ് തൈര്, പുളി ഇല്ലാത്ത തൈര് വേണം കേട്ടോ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കട്ട തൈരുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ക്രീമി ആക്കി എടുത്തതാണ്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബാക്കി ചിക്കൻ 3/4 വേവലായിട്ടുള്ളൂ. ബാക്കി ചിക്കൻ ഈ ഒരു ഇതിൽ കിടന്നിട്ട് വേണം കേട്ടോ വെന്ത് വരാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് ചൂടുവെള്ളമാട്ടോ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇതുപോലെ അങ്ങനെ ഞാൻ കീറിയിട്ടൊന്നുമില്ല, അതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ചൂടുവെള്ളം ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം നേരിട്ട് ഒഴിക്കരുത് കേട്ടോ, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. തുറന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ആ രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിക്ക് കറക്റ്റ് ഞാൻ വിചാരിച്ച ഈ ഒരു തിക്നെസ്സിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. ഇത് മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ, അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ കസൂരി മേത്തി നന്നായിട്ട് ചൂടാക്കിയിട്ടുള്ളത് ഇതിലേക്ക് ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് ഒരു 2 നുള്ള് ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മുഗളായി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നത്. എപ്പോഴും ഒരേപോലെ ടേസ്റ്റ് പരീക്ഷിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ. അപ്പോൾ ഒന്ന് വെറൈറ്റി വേണമെന്ന് ആലോചിക്കുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്